അയച്ച് ഇന്ന് രാത്രി നിന്നെ ഇവിടെ നിർത്തി ശാന്തതയുള്ള തുറമുഖത്ത് എത്തിച്ചേർന്ന ശക്തിയാണ് സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തി. കുട്ടികളൊക്കെ മനോഹരമായി പാടി ആരാധിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഹിമ്മുണ്ട്. ആ പാട്ട് എഴുതിയിരിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യനായ പേര് ബിൽ ഗേദർ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ ഗായകരാണ്. ബിൽ ഗേദറും ഭാര്യയും അവരുടെ മിനിസ്ട്രിയുടെ ആദ്യ കാലങ്ങളിൽ ദീർഘവർഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, എക്സോസ്റ്റഡ് നമുക്ക് വിളിക്കാവുന്ന ഒരു പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോയി. 7 പ്രാവശ്യം ഗ്ലോറിയ ഗർഭം ധരിച്ചു, 7 പ്രാവശ്യം അബോർട്ടഡായി, 7 പ്രാവശ്യം ഗർഭഛിദ്രമുണ്ടായി. അവരെ യോഗത്തിന് വിളിക്കാൻ ഒരൊറ്റ ആളുമില്ല, അവരെ പാട്ടിന് വിളിക്കാൻ ആരുമില്ല. ഒരു ചെറിയ ഇരുണ്ട മുറിക്കകത്ത് 1 റൂം കിച്ചണകത്ത് 1 BHKക്കകത്ത് ഒരു സാധ്യതയുമില്ലെന്ന് അവർ എണ്ണിയിരിക്കുകയാണ്. നിരാശയോടുകൂടെ ഇരിക്കുന്ന ഒരു ദിവസം ഈ സ്ത്രീ ഇരുട്ട് മുറിക്കകത്തുന്ന പോലെ കടന്നു എന്ന് മുഴങ്കാലിലിരുന്നപ്പോൾ അവളുടെ ഹൃദയത്തിലേക്ക് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെ ഒരു വചനം കടന്നു വന്ന് അവൾ ഒരു പാട്ട് എഴുതാൻ തുടങ്ങി. ആ പാട്ടിലെ വാക്കിങ്ങനെയാണ്: ബിഗർ ദാൻ എനി മൗണ്ടൻ, bigger than anything. God is bigger than any mountain I can see or I cannot see. എന്താ വാക്കിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണാം. ഏത് വലിയ പർവ്വതത്തെക്കാളും, ഏത് വലിയ പ്രശ്നത്തെക്കാളും, ഞാൻ കാണുന്നതോ കാണാത്തതോ ആയ ഏത് വലിയ പ്രശ്നത്തെക്കാളും എന്റെ ദൈവം വലിയവനാ. ഇന്ന് രാത്രിയിൽ സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടി അല്പസമയം കർത്താവിനെ വിശ്വാസത്തിന്റെ ആചരണങ്ങളോടുകൂടി ആരാധിച്ചാണ്. ഇന്ന് രാത്രിയിൽ ഒരു പ്രവചന ആത്മാവിന്റെ ശക്തിയോടുകൂടെ, ആത്മാവിന്റെ ദൂതോടുകൂടെ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ചിലരെ വിരൽ ചൂണ്ടി ഞാൻ ആത്മാവിന് ഒരു പ്രവചന ദൂത് വിളിച്ചു പറയുക. ഇന്ന് രാത്രിയിൽ നീ ആഴം കണ്ട് ഭയപ്പെടരുത്, ആഴിയെ കണ്ട് ഭയപ്പെടരുത്, എതിരാളിയെ കണ്ട് ഭയപ്പെടരുത്, രോഗത്തെ കണ്ട് ഭയപ്പെടരുത്, പാരമ്പര്യ ബന്ധനത്തെ കണ്ട് ഭയപ്പെടരുത്. ഇന്ന് രാത്രിയിൽ സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തി, കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തി 3 യാമങ്ങൾ കൊണ്ട് ആർക്കോ വേണ്ടി ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ, ഈ പ്രവചന ആത്മാവിൽ ഈ ദൂത് വിളിച്ചു പറയുക. കഴിഞ്ഞ 3 യാമങ്ങൾ കൊണ്ട് നിന്നെ വിഴുങ്ങുവാൻ വന്ന തിരമാലയ്ക്കെതിരെ നിന്റെ കരങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 4 യാമത്തിന് 1 സെക്കൻഡിൽ നിന്റെ കൈകൾ കുഴയാൻ തുടങ്ങി. ആരോടാ ഇന്ന് രാത്രി ആത്മാവ് അത് വിളിച്ചു പറയുന്നത്? ഏത് കുടുംബത്തോടാ ഇന്ന് രാത്രി ആത്മാവ് തൊട്ട് പറയുന്നത്? നിനക്കൊരു വിടുതലിന്റെ രാത്രിയാൽ ഇന്ന് രാത്രി തൂണിറങ്ങി വരിക. ഇന്ന് രാത്രി ആ കെട്ടുകളെ പൊട്ടിക്കുന്ന ആത്മശക്തിയുടെ വ്യാപാരം, മരണത്തെ തോൽപ്പിക്കുന്ന ആത്മശക്തിയുടെ വ്യാപാരം. പറയുന്നു ഇന്ന് രാത്രി നിന്നെ പേടിപ്പെടുത്തുന്ന ചില വിഷയങ്ങളുടെ മുകളിലൂടെ യേശു നടന്നു വരുന്നത് നീ ആത്മാവ് കണ്ട് ഈ ഗ്രൗണ്ടിൽ ആരാധിച്ചു. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തി. നീ ആരാധിക്കുന്ന യേശുവിന് നിന്റെ പ്രശ്നത്തെ ചവിട്ടി മെതിക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. ഇന്ന് രാത്രിയിൽ നീ ആരാധിക്കുന്ന യേശുവിന് നിന്റെ വിഷയത്തിനെതിരെ ചലിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ആരാധിച്ചോ? അതിശക്തമായി വിടുതൽ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ നിനക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ വേർപെടുക. ലോകത്തിന്റെ വലിപ്പത്തെ കൊണ്ട് അമ്പരന്ന് നിൽക്കുന്ന ദൈവവൈതലേ, ദൈവദാസ, ഇന്ന് രാത്രി ആത്മാവിനോട് മുദ്രയിട്ട് പറയുന്നത് നിനക്കെതിരെയുള്ള മുദ്രകളെ ഇന്ന് രാത്രി വലിച്ചു ഒട്ടിച്ച് നിന്റെ സാമ്യത്തെ തരുന്ന ശക്തി ഇവിടെ വ്യാപരിച്ചു.
കഴിയാതെ കണ്ണടച്ചിരിക്കുന്നവര് ഇന്ന് രാത്രി അത് കാണാൻ കൃപ പ്രാപിച്ചാൽ ഒരു പറന്നുകയറ്റമുണ്ട്, കടന്നുകയറ്റമുണ്ട്. സുവിശേഷ യോഗത്തിലെ ദൂതുകൾ വെറും കെട്ടുകഥകളല്ല. സുവിശേഷത്തിലെ യോഗങ്ങൾ, സുവിശേഷ യോഗത്തിലെ ദൂതുകൾ നിന്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റുന്ന, നിന്റെ കെട്ടുകളെ എന്നേക്കുമായി അഴിച്ചു മാറ്റുന്ന, നിന്നെ ശത്രു വർഷങ്ങളായി കെട്ടിയിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയോടുകൂടെ മടങ്ങി വന്ന നസ്രയനായ യേശു പതിവ് പോലെ നസ്രയത്തിലെ പള്ളിയിൽ ചെന്നു. അത്തവണ നസ്രയത്തിലെ പള്ളിയിൽ ചെന്നപ്പോൾ യേശുവിന്റെ മേൽ മറ്റൊരു അഭിഷേകം ഉണ്ടായിരുന്നു. അഭിഷേകത്തിന് മറ്റൊരു ഉയർന്ന നിലവ്, ശക്തിയുടെ അഭിഷേകത്തിന്റെ ലെവലിലേക്ക് കർത്താവ് ഉയർന്നിരിക്കുകയാണ്. കർത്താവിന്റെ കണ്ണുകൾ കടന്നിയെന്നു. കർത്താവിന്റെ കണ്ണുകൾ യഹൂദന്റെ സിനഗോഗിന്റെ രീതി അനുസരിച്ച് സ്ത്രീകൾക്ക് വേറെ പ്രാകാരമാണ്. സാധാരണഗതിയിൽ റബിമാർ അവിടെയുള്ള ആളുകളെ ഗവനിക്കാറില്ല. അതായിരുന്നു യഹൂദന്റെ അന്നത്തെ സംസ്കൃതി. സഹോദരിമാരെ അവഗണിച്ചിരുന്നു. എന്നാൽ അന്ന് ആലയത്തിൽ കടന്നു എന്ന യേശുവിന്റെ കണ്ണുകൾ സ്ത്രീകളുടെ പ്രാകാരത്തിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ മേൽ പതിഞ്ഞു. അവളെ നോക്കിയിട്ട് യേശുവിനെ മനസ്സിലായി, 18 വർഷമായി അവളെ ഒരു ബാധ ബന്ധിച്ചിരിക്കുക. നിന്റെ തല ഉയർത്തത്തില്ലെന്നുറപ്പിച്ചു പറഞ്ഞ് ഇനിയും ഒരിക്കൽ നിന്റെ മുതുക് നിവരെ നിൽക്കാൻ അനുവദിക്കയില്ലെന്ന് പറഞ്ഞ് 18 വർഷം ഒന്നിന് പുറകെ ഒന്നായി താണ്ഡവ നൃത്തമാടിയ പിശാചിന്റെ മുഴുവൻ ശക്തികളും ഒരുമിച്ച് ഒരു വലിയ കൂന കണക്ക്, പർവ്വതം കണക്ക് ശരീരത്തിൽ കയറ്റി വെച്ച് അതിനെ വലുതാക്കിയെടുത്ത് അവളുടെ ശരീരത്തെ കുനിച്ചു കളഞ്ഞ ഒരു ബാധ അവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ. അതിനെ കീഴ്പ്പെടുത്താൻ നാട്ടിലെ ഒരൊറ്റ ആൾക്കും കഴിഞ്ഞില്ല. അതിനെ കീഴ്പ്പെടുത്താൻ ലോകത്തിലെ ഒരൊറ്റ ശക്തിക്കും കഴിഞ്ഞില്ല. എന്നാൽ അവളെ നോക്കിക്കൊണ്ട് അവളെ വിടുവിച്ചെടുക്കുവാൻ 18 വർഷത്തെ പ്രശ്നത്തിന് യേശുവിന് 18 കൊല്ലം വേണ്ടി വന്നില്ല. 18 കൊല്ലം പ്രശ്നമായിരുന്ന ബാധയെ അഴിച്ചുവിടുവാൻ യേശുവിന് 18 മാസം വേണ്ട. 18 വർഷമായ പ്രശ്നത്തെ അഴിച്ചുവിടുവാൻ യേശുവിന് 18 മണിക്കൂർ വേണ്ട. 18 വർഷം പ്രശ്നമുള്ള വിഷയത്തെ അഴിച്ചു മാറ്റുവാൻ യേശുവിന് 18 മിനിറ്റ് വേണ്ട. ഒരു സെക്കൻഡിൽ താഴെയുള്ള അംശം കൊണ്ട് അവൻ തന്റെ വചനം അയച്ചപ്പോ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് ഈ രാത്രി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മഹത്വം ഈ ഗ്രൗണ്ടിൽ വെളിപ്പെടുമെന്ന് നീ ആത്മാവിൽ തിരിച്ചറിഞ്ഞോ? ഹല്ലേലൂയ. നാളുകളായുള്ള രോഗത്തിന് ഇന്ന് രാത്രി അഴിവ് കർത്താവ് തരാൻ പോകുകയാണ്. നാളുകളായുള്ള പ്രതിസന്ധിക്ക് ഇന്ന് രാത്രി സ്വർഗം വിടുതൽ തരാൻ പോകുകയാണ്. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ കണ്ണുകളൊന്ന് അടഞ്ഞാട്ട്. ഹല്ലേലൂയ. വർഷിപ്പ് ടീം നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ച് നാം മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഇരുട്ടിന്റെ ശക്തികൾ എത്ര ഗംഭീര നാളുകളായി പിശാചി കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളെ എന്നേക്കുമായി അതിന്റെ ഒടുവിലത്തെ ചില കെട്ടുകളെ ഇന്ന് രാത്രി ആത്മാവ് തിരികൊളുത്തി അതെന്നേക്കുമായി മാറ്റാൻ പോകുകയാണ്. സകലത്തിൽ